വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ യൂണിറ്റ് 16, അതായത് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഡക്ഷൻസ്, അതായത് നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. അതിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുന്നതും ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലബ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ അർഹതയുള്ള ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? ഡിഡക്ഷൻസ്. ചാപ്റ്റർ 6A വരുന്ന സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലെസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഒരാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് പല സോഴ്സുകളിൽ നിന്നും ഇൻകം കിട്ടും അല്ലെ. അതായത് ഇപ്പൊ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അയാൾക്ക് ബിസിനസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് അയാൾക്ക് വാടക മേടിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ പല സോഴ്സിൽ നിന്നും അയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം, ഇൻകം ടാക്സ് ഒരു വ്യക്തിയുടെ വരുമാനത്തെ 5 ഹെഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 5 ഹെഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അപ്പൊ സാലറി ഇൻകത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? അതുപോലെ തന്നെ സാലറി ഇൻകത്തിൽ എക്സംപ്റ്റഡ് പോർഷൻസ് എന്തൊക്കെയാണ്? സാലറി ഇൻകത്തിൽ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് സാലറി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനെ കുറിച്ചിട്ടും ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചിട്ടും ഇൻകം ഫ്രം അതർ സോഴ്സിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള എല്ലാ സോഴ്സ് ഓഫ് ഹെഡിനെ കുറിച്ചിട്ടും നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇതുവരെ പഠിച്ചതിനെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അല്ലെ. അതായത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഈച്ച് സോഴ്സ് അണ്ടർ ഈച്ച് ഹെഡ് അല്ലെ. ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ ഹെഡിൽ നിന്നുമുള്ള അല്ലെങ്കിൽ എല്ലാ സോഴ്സിൽ നിന്നുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ ഹെഡ് വൈസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം അണ്ടർ ഈച്ച് ഹെഡ്. അതായത് ഇൻകം ഫ്രം സാലറിയുടെ ടോട്ടൽ എത്രയാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ടോട്ടൽ എത്രയാണ്, അതേപോലെ തന്നെ അങ്ങനെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷന്റെ ടോട്ടൽ എത്രയാണ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിന്റെ ടോട്ടൽ ഇൻകം എത്രയാണ്. അങ്ങനെ ഈച്ച് ഹെഡ് വൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ എല്ലാ ഹെഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം നമ്മൾ കൂട്ടുന്നു അല്ലെ. അതായത് മൊത്തം നമ്മൾ എത്രയാണ്, മൊത്തം ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകം എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡിഡക്ട് എലിജിബിൾ ഡിഡക്ഷൻ. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? അയാൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർ സെക്ഷൻ 80C പ്രകാരം അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത് മൈനസ് ചെയ്യാം, ലെസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നോക്കിയിട്ട് ചാപ്റ്റർ 6A പറയുന്ന സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഏതെങ്കിലും ഡിഡക്ഷന് ഇയാൾ എലിജിബിൾ ആണോ എന്ന് നോക്കുന്നു. അതിനുശേഷം അത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത് ലെസ് ചെയ്യാവുന്നതാണ്. ദെൻ ആഫ്റ്റർ ലെസ് ഡിഡക്ഷൻസ് അയാൾക്ക് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻകം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെഡ് വൈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഓരോ ഹെഡിൽ നിന്നും കിട്ടുന്ന എന്താണ് ഇൻകംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഓരോ സോഴ്സിൽ നിന്നും കിട്ടുന്നത് സെപ്പറേറ്റ് കാണിക്കണം.
ഓക്കെ. ഇപ്പൊ അതായത് ഇപ്പൊ ഒരാൾക്ക് ബിസിനസ് ഉണ്ട്, ബിസിനസ്സിൽ നിന്ന് അയാൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, അത് അയാൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കണം. അയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്, ദെൻ അയാൾ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ് കാണിക്കണം. then അതിന് ശേഷം എന്താ ചെയ്യുന്നത്, ഡിഫറെന്റ് ബിസിനസ് ഓർ പ്രോപ്പർട്ടീസ് ഈസ് കമ്പ്യൂട്ടഡ് ഇൻഡിവിജ്വലി അല്ലെ. ഇൻകം ഫ്രം അതായത് ഡിഫറെന്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതൊക്കെ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. then അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ സെയിം ഹെഡിൽ വരുന്ന ഇൻകംസ് ഒക്കെ ആഡ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ബിസിനസ് എയിൽ നിന്ന് 2-3 ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചോ, എ ബി സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ബിസിനസ് എ ഒരു 2 lakh കിട്ടുന്നുണ്ട്, ഇൻകം ഫ്രം ബിസിനസ് ബി ഒരു 4 lakh കിട്ടുന്നുണ്ട്, ഇൻകം ഫ്രം ബിസിനസ് സി ഒരു 5 lakh കിട്ടുന്നുണ്ട്. ഇത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും അല്ലെ, 11 lakh അല്ലെ. അതായത് ഈ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അയാൾ കാണിക്കേണ്ടത് എന്താണ്, 11 lakh ആണ്. ഇനി ഇപ്പൊ വേറെ ഇതില് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. അതായത് ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ലോസ് ഫ്രം ബിസിനസ് ഡി എന്ന് വിചാരിച്ചോ, ഒരാൾക്ക് 4 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്, എയും ബിയും സിയും ഡിയും. അതിൽ എ ബി സി ഈ 3 ബിസിനസ്സിൽ നിന്നും അയാൾക്ക് ഇൻകം കിട്ടി, ദെൻ ഡിയിൽ നിന്ന് അയാൾക്ക് എന്താണ്, ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു 6 lakh അയാൾക്ക് ലോസ് വന്നു. അപ്പൊ അതെന്ത് ചെയ്യാം, നമുക്കറിയാം ഇന്റർ ഹെഡ് അതായത് ആ ഒരു സെയിം ഹെഡിൽ നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 11 ലക്ഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്, ബിസിനസ് ഇൻകം. പക്ഷെ സെയിം ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ, ലെസ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 6 lakhൽ ഈ ലോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എത്രയാണോ വരുന്നത് അതാണ് എന്ത്, അതാണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ്സിൽ വരുന്നുള്ളൂ അല്ലെ. 11 ലക്ഷം ഇയാൾക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ലോസ് മൈനസ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം വരുന്ന ഇൻകം ആണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ലോസ് കുറക്കണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഈ സ്പെക്കുലേഷൻ, ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, നമ്മുടെ സ്പെക്കുലേഷൻ ബിസിനസ് അല്ലെ. ഈ സ്പെക്കുലേഷൻ ബിസിനസ് ആണ് അല്ലെ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇയാൾക്ക് ഇത്രയും ബിസിനസ്സിൽ നിന്ന്, ജനറൽ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ട്, ദെൻ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ലോസ് സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഷെയറുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ആ ഷെയറിന്റെ വിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തിക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് അവിടെ ഒരു സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് സംഭവിച്ചു, അത് ഈ ജനറൽ ബിസിനസിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ജനറൽ ബിസിനസിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. then അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹെഡുകളൊക്കെ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇനിയിപ്പോ വേറെ ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ. അതിനെ നമ്മൾ ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. സെയിം ഹെഡിലുള്ള ലോസ് ആ ഒരു ഹെഡിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കി നോക്കൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ഹൗസ് പ്രോപ്പർട്ടി ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പൊ സാലറിയിൽ നിന്ന് 1 ലക്ഷം കിട്ടി, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് അയാൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ലോസ് സംഭവിച്ചു. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അയാൾക്ക് ലോസ് ആണ് സംഭവിച്ചത്, ഒരു 20,000 രൂപ ലോസ് സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഹൗസ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ ബിസിനസ് ഇൻകം ആയിട്ട് അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ബിസിനസ് ഇൻകം ആയിട്ട് ഒരു 30,000 കിട്ടിയെന്ന് വിചാരിച്ചോ. ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഏത് ഹെഡ് ഓഫ് മറ്റു സോഴ്സ് ഓഫ് ഹെഡിന്റെ കൂടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സാലറിന്റെ കൂടെയോ ബിസിനസ് ഇൻകത്തിന്റെ കൂടെയോ ഒന്ന് സെറ്റ് ഓഫ് ചെയ്യാം. മൊത്തം ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 1,30,000 ആണ് അല്ലെ. മൊത്തം കിട്ടിയിട്ടുള്ള ഇൻകം 1,30,000 ആണ്. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഈ ബിസിനസ് ഇൻകത്തിന്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ബിസിനസ് ഇൻകം നമുക്ക് എത്ര ഉണ്ടായിരിക്കുള്ളൂ, 30,000ൽ നിന്ന് 20,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് 10,000
ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതുക? ഇൻകം ഫ്രം ബിസിനസ് അല്ലെ, അതായത് ഇൻകം ഫ്രം സാലറി 1 lakh, ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതുള്ളൂ? 10,000 എഴുതുള്ളൂ. അപ്പൊ ഇനി ഇയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? 1,10,000 ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി അതേപോലെ തന്നെ വേറൊരു നിയമം പറയുന്നുണ്ട്. നമുക്കിപ്പോ പഴയ വർഷത്തെ ലോസ് അല്ലെ, അതായത് ആ ഒരു കറണ്ട് ഇയറിൽ സംഭവിച്ചിട്ടുള്ള ലോസ് ആ സെയിം ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2025 നമുക്ക് ബിസിനസ് ലോസ് സംഭവിച്ചു. ഓക്കെ, അപ്പൊ അത് എന്താണ്? ബിസിനസ് ലോസ് സംഭവിക്കുന്നു. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ഒരു ഇയറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2026 ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്യാരിഡ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഈ ക്യാരിഡ് ഫോർവേഡിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 അസസ്മെന്റ് ഇയർ വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് 8 അസസ്മെന്റ് ഇയർ വരെ നമുക്ക് ഇങ്ങനെ മുൻ വർഷങ്ങളിലെ ലോസുകൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അത് ഓൺലി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനോട് കൂടിയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ്? നമ്മൾ ഒരിക്കലും ഇതിനൊരു സമയപരിധി ഇല്ല. ഇപ്പൊ സാധാരണ ബിസിനസ് ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ 8 അസസ്മെന്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷെ ഇവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് എത്ര ഇയർ വേണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ബിസിനസ് ലോസസ് അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എല്ലാ ഹെഡ് ഓഫ് അല്ലെങ്കിൽ എല്ലാ സോഴ്സിൽ നിന്നുള്ള ഹെഡ് വൈസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനും ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലെ. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എല്ലാ ഹെഡുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻകം നമ്മൾ കൂട്ടുന്നു അല്ലെ. അതായത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് എത്രയാണ്, ഇൻകം ഫ്രം സാലറി എത്രയാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റും സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഹെഡ് വൈസ് ഇൻകം ആണ് എന്ത്? ഹെഡ് വൈസ് ഇൻകത്തിന്റെ ടോട്ടൽ ആണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിനുശേഷം ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതുവരെയാണ് റിസ്ക് അല്ലെ. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 80% നമുക്ക് സെറ്റ് ആയി. അതായത് ഇപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ചാപ്റ്റർ 6A അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. എലിജിബിൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ ബേസിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ടോട്ടൽ ഇൻകം ആണ്. ഇപ്പോഴും നമ്മൾ ടാക്സ് അല്ലെങ്കിൽ എത്രയാണ് അയാൾ ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ കേസ് ആണ് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലോ നമുക്കറിയാം HUF-ൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർ ഒരു മെമ്പറിന് ലഭിച്ചു എന്ന് വിചാരിച്ചോ അല്ലെ. അതായത് HUF എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫോം ഓഫ് ബിസിനസ് ആണ്. ആ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർ ആ ഒരു ബിസിനസ്സിലുള്ള മെമ്പറിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ ആണോ? അല്ല അല്ലെ. അതായത് HUF-ല് ജോലി ചെയ്തതിനുള്ള പ്രോഫിറ്റ് ഷെയർ ഒഴികെ ഒരു വ്യക്തി
വ്യക്തി HUF ജോലി ചെയ്യാണ്, അയാൾക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾ ടാക്സ് കൊടുക്കണ്ട. കാരണം എന്താ, ഓൾറെഡി HUF എന്ന് പറഞ്ഞ ആ ഒരു സംഘടന അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, ടെക്നിക്കൽ സർവീസ് ഫീസ്, ഇങ്ങനെ എന്തെങ്കിലും ഇൻകം ഒരു HUF മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് HUF കൊടുക്കുകയാണെങ്കിൽ അതിന് ആ വ്യക്തി ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പാർട്ട്ണർക്ക്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ടാക്സബിൾ അല്ല. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിക്ക്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർക്ക് സാലറി, ഇൻട്രസ്റ്റ്, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ, ഇങ്ങനെ എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ആ വ്യക്തി ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ആണ് അഗ്രികൾച്ചറൽ ഇൻകം, അല്ലെ? അതായത് നമുക്കറിയാം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കാർഷിക വരുമാനം എന്താണ്, കൃഷി ചെയ്ത് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്, അല്ലെ? അതായത് അഗ്രികൾച്ചറൽ ഇൻകം നമുക്കിപ്പോ ആവശ്യം അതിൽ വേറൊരു കേസും കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ ഇൻകം 5,000-നേക്കാളും കൂടുതലാണെങ്കിൽ മറ്റ് ടാക്സബിൾ ഇൻകവും ഇയാൾക്ക് അടക്കാനുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി വേറൊരു പോയിന്റും കൂടെ നമ്മൾ ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ടത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ചില സിറ്റുവേഷനിലെ എന്ത് ചെയ്യണം, ക്ലബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചില സിറ്റുവേഷൻസിലെ ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ പേരിലാണെങ്കിലും നിയമപ്രകാരം എന്താണ്, അത് യഥാർത്ഥ വ്യക്തിയുടെ, അതായത് ആ ഇൻകത്തിന്റെ യഥാർത്ഥ വ്യക്തിയുടെ ഇൻകവുമായി കൂട്ടിച്ചേർക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പോയിന്റുകളാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഫ്രം സാലറീസ്, അയാൾക്ക് ഇൻകം സാലറി ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നമുക്കറിയാം 5 ഹെഡുകളായിട്ടാണ് ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് സാലറി ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുന്നു. ദെൻ അത് നമ്മൾ സാലറി ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം, അല്ലേ? അതായത് ടോട്ടൽ ടാക്സബിൾ സാലറി ഇൻകം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ശേഷമാണ് അതിവിടെ എഴുതുന്നത്. ദെൻ അതിന് ശേഷം ടോട്ടൽ ടാക്സബിൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാണുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അത് നമ്മൾ എഴുതുന്നു. ഇതൊക്കെ ഇയാൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ദെൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ നമ്മളിവിടെ എഴുതുന്നു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ എഴുതുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻകംസ് എല്ലാം കൂടെ കൂട്ടുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻകം ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് നമുക്ക് ഇയാൾക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ ഇയാൾക്ക് അനുവദനീയമായിട്ടുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇയാൾക്ക് കിട്ടുന്നതാണ് എന്ത്, ടോട്ടൽ ടാക്സബിൾ ഇൻകം. അപ്പം നമുക്ക് ഇവിടെ ഒരു 10 അടുത്ത സംഖ്യയാണ് നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടുന്നതെങ്കിൽ അത് നെക്സ്റ്റ് 10 നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കി വെക്കാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു, അല്ലേ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാ ഹെഡിൽ നിന്നും ഇൻകം ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾക്ക് എക്സാമ്പിൾ ആയിട്ട് സാലറി ഇൻകം മാത്രം കിട്ടുന്നുള്ളൂ എങ്കിൽ, ഒരു 6 lakh സാലറി ഇൻകം മാത്രമേ അയാൾക്ക് ഇൻകം ആയിട്ട് ആ വർഷം കിട്ടുന്നുള്ളൂ എങ്കിൽ അത് മാത്രമാണ് അയാളുടെ ഇൻകം, അയാളുടെ ടോട്ടൽ ഇൻകം. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലബിംഗ് ഓഫ് ഇൻകം. അത് നമുക്ക് അറിയാവുന്നതാണ്. എന്ത്, ചില സിറ്റുവേഷൻസിൽ മറ്റൊരാളുടെ ഇൻകം, അതായത് മറ്റൊരാളുടെ ഇൻകം അസസിയുടെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 60-64 ആണ് ഇതിന് ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രധാനമായിട്ടും ക്ലബിംഗ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷൻസ് ആണത്.
ഓക്കെ, ദെൻ അതേപോലെ തന്നെ വേറൊരു നോട്ട് ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലബിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ അയാളുടെ അസറ്റിൽ നിന്നുള്ള ഇൻകം മറ്റൊരാളുടെ പേരിലേക്ക് നമ്മൾ മാറ്റിയെന്ന് വിചാരിച്ചോ, ആ ഒരു സാഹചര്യങ്ങളിലും ആ ഇൻകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ആരാണോ അയാളുടെ ഇൻകം ആയിട്ടാണ് നമ്മൾ ആ ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇൻകം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി. പക്ഷേ അതിനാണല്ലോ നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലോസസ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പം നമുക്ക് ബിസിനസ്സിൽ ലോസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ഉണ്ടായിരിക്കാം. എന്താണ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഇല്ല അല്ലേ. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻകം നമുക്ക് ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ലോസ് സംഭവിക്കും. അതായത് ഒരാൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് എന്തുണ്ട്, ഒരു 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ അയാൾ കുറച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാളുടെ 30% ഡിഡക്ഷൻ, അങ്ങനെ അയാൾക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടെ മൈനസ് ഒരു 10,000 ആണ് കിട്ടുന്നതെങ്കിൽ ഈ 10,000 എന്ത് ചെയ്യാവുന്നതാണ്, നെക്സ്റ്റ് ഇയറിലേക്ക് അയാൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഏതെങ്കിലും മറ്റ് ഇൻകത്തിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇവിടെ ലോസസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻസും ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്, റൂൾസ് ഒക്കെ അനുസരിച്ച് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ റൂൾസ് നമുക്കറിയാം അല്ലേ. അതായത് അപ്പം ഇത്രയും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള ഇൻകം ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇനി നമ്മൾ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, സാലറി റിസീവ്ഡ് ആണോ അതോ കമ്പ്യൂട്ടഡ് സാലറി ആണോ എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ സാലറി റിസീവ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതായത് ഇപ്പോൾ അയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അതേപോലെ തന്നെ എംപ്ലോയീസ് ടാക്സ് ഓർ പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള അണ്ടർ സെക്ഷൻ 16 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് അയാൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻകം ഫ്രം സാലറി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാം അത് കമ്പ്യൂട്ടഡ് സാലറി ഇൻകം ആണെന്ന്. ഓൾറെഡി സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലറി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇയാൾക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഇയാളുടെ സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോട്ട് ചെയ്യണം. സാലറി റിസീവ്ഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് കുറക്കണം. കമ്പ്യൂട്ടഡ് സാലറി ഇൻകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡിഡക്ഷൻസ്, അനുവദനീയമായ ഡിഡക്ഷൻസ് നമ്മൾ കുറക്കാൻ പാടില്ല. then അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അലൗഡ് ആയിട്ടുള്ള ഒരു 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം പഠിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ് എന്ന് തന്നു. റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അയാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അയാൾക്ക് റെന്റ് എന്ന് പറഞ്ഞ ഇൻകം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം റെന്റ് റിസീവ്ഡ് എന്ന് തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള 30% ഡിഡക്ഷൻ നമ്മൾ കുറക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റെന്റ് റിസീവ്ഡ് 30,000 എന്ന് തന്നു. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ 30% ഡിഡക്ഷൻ കുറക്കേണ്ടി വരും. നമുക്ക് അലൗഡ് ആയിട്ടുള്ളൊരു ഡിഡക്ഷൻ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇയാൾക്ക് ഒരു റെന്റ് റിസീവ്ഡ് ഇപ്പോൾ ഓക്കെ ആൻഡ് ഒരു 30,000 കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇതിൻ്റെ 30% ഡിഡക്ഷൻസ് ഇയാൾക്ക് കുറക്കേണ്ടി വരും. ഇയാൾക്ക് കിട്ടിയ റെന്റ് എന്ന് പറയുന്നത് 30,000 ആണ്. ഇതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇയാൾക്ക് അലൗഡ് ആണ്. അപ്പോൾ അത് കുറച്ചതിന് ശേഷം ബാക്കി എത്രയാണോ എമൗണ്ട് ഉള്ളത് അതാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, റെന്റ് റിസീവ്ഡ് എന്നാണെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഈ റെന്റിൽ നിന്ന് 30% ഡിഡക്ഷൻ കുറച്ചിട്ട് വേണം നിങ്ങൾ
ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് തന്നിട്ടുള്ളത് എങ്കിൽ അതെന്താണ്, ഓൾറെഡി കമ്പ്യൂട്ടഡ് ആണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചതിന് ശേഷമുള്ള ഇൻകം ആണ്. സോ പിന്നീട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ 30% വീണ്ടും കുറക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് ഈ ലോട്ടറി, അതുപോലെ തന്നെ ഹോഴ്സ് റേസ് ഇൻകം, അതായത് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം ഫ്രം ലോട്ടറി അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹോഴ്സ് റേസ് എന്നത് ഗ്രോസ് എമൗണ്ട് ആണോ നെറ്റ് എമൗണ്ട് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ നെറ്റ് എമൗണ്ട് റിസീവ്ഡ്, ഇപ്പൊ ഇൻകം ഫ്രം ഹോഴ്സ് റേസ് വിന്നിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം ലോട്ടറി വിന്നിങ്സ് നെറ്റ് എമൗണ്ട് റിസീവ്ഡ് എന്നാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് കാൽക്കുലേഷൻസിനായി നിങ്ങൾക്ക് ഓൾറെഡി അതിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലിക്കബിൾ റേറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഗ്രോസപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഓൾറെഡി നമുക്ക് ഇൻകം ഫ്രം ലോട്ടറി കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. അതായത് നമുക്കറിയാം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1 lakh ലോട്ടറി ഇൻകം കിട്ടി. ആ ലോട്ടറി ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. അതായത് 30% ഓൾറെഡി ടാക്സ് എമൗണ്ട് കുറച്ചതിന് ശേഷമാണോ ഇയാൾക്ക് ഇത് കിട്ടിയത് ഉള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അതായത് എന്താണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. അല്ല, ഈ ലോട്ടറി ഇൻകൊക്കെ നമുക്ക് ഓൾറെഡി എന്തായിരിക്കും, ടാക്സ് എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് ഓൾറെഡി കുറച്ചതിന് ശേഷമുള്ള ഇൻകം ആണോ നോക്കണം. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രോസപ്പ് ചെയ്യണം. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് കുറക്കണം. അല്ലെ, നമുക്ക് ഓൾറെഡി അറിയാം അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഡിഡക്ഷൻസ് 80C, 80D, 80G. ഈ 3 ഡിഡക്ഷൻസ് ആണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്, നമുക്കിപ്പോൾ ഡിഡക്ഷൻസ് അലൗഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അതൊരിക്കലും നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാളും കൂടുതലാവരുത്. അതായത് ഇപ്പൊ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ഒരു 10 lakh കിട്ടിയെന്ന് വിചാരിച്ചോ. അതായത് അയാൾക്ക് കിട്ടിയ 5 heads ഓഫ് ഇൻകത്തിന്റെ ടോട്ടൽ ആണല്ലോ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് അവിടെ 10 lakh കിട്ടി. നമുക്ക് 80C ഡിഡക്ഷൻ, അതായത് ഇപ്പോൾ 80C മുതൽ അയാൾക്ക് 80U വരെ അയാൾക്ക് ഒരുപാട് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് കുറക്കാനുണ്ട്. അപ്പൊ അയാൾ മൊത്തം ആ ഡിഡക്ഷൻസ് ഒക്കെ കൂട്ടി വരുമ്പോൾ ഒരു 12 ലക്ഷം ആണെന്ന് വിചാരിച്ചു ഡിഡക്ഷൻസ്, അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാക്സിമം ഇയാൾക്ക് ആ ഒരു ഇയറിൽ കുറക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, ഈ 10 ലക്ഷം വരെയേ ഉള്ളൂ. കാരണം എന്താണ്, ഈ 10 ലക്ഷം വരെ അയാൾക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ, ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും അതിനേക്കാൾ കൂടുതൽ ഡിഡക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവനും കുറക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പ്രൊഫസർ വിജയ് അയാളുടെ ഇൻകം ഇയാൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇയാളുടെ ഇൻകം അസസ്മെന്റ് ഇയർ 2020-21 ഇൻകം ആണ് താഴെ തന്നിട്ടുള്ളത്. ആൻഡ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറി അയാൾക്ക് മന്ത്ലി 5,000 ആണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇയാൾക്ക് സെർവൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് സെർവൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അത് എത്രയാണ്, 200 പെർ മന്ത് ഇയാൾക്ക് സെർവൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അതിനെ കൂടാതെ ഇയാളുടെ ബുക്കിന്റെ മുകളിൽ അയാൾക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്, ഒരു 18,000 റുപ്പീസ്. പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് ലോട്ടറി ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട്. അത് നെറ്റ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ്, 28,000 കിട്ടിയിട്ടുണ്ട്. ദെൻ ലോട്ടറി എക്സ്പെൻസ്, അതായത് ഇയാൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ആയിട്ടുള്ള ലോട്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്രയാണ്, 10,000 റുപ്പീസ് ആണ്. ദെൻ അതേപോലെ തന്നെ ആൻഡ് വിന്നിങ്സ് ഫ്രം കാർഡ് ഗെയിംസ്, അല്ലേ, ഒരു 6,000 രൂപ കാർഡ് ഗെയിം കളിച്ചിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇയാൾക്ക് ആ ഒരു വർഷം കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ആദ്യം ഇയാളുടെ 5 heads ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം.
ഇവിടെ ഇയാൾക്ക് സാലറി ഇൻകം അതർ സോഴ്സ് ഇൻകം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ സാലറി ഇൻകം നമുക്ക് സാലറി റിസീവ്ഡ് എന്നാണ് തന്നിട്ടുള്ളത്, അതല്ലാതെ ഇൻകം ഫ്രം സാലറി എന്ന് തന്നിട്ടില്ല. അപ്പം നമ്മളിത് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇയാൾക്ക് ഇൻകം ഫ്രം സാലറീസ്, അതായത് സാലറി ഇൻകം 5000 പെർ മന്ത് എത്ര കിട്ടും, 5000 × 12 എത്ര കിട്ടും, 60,000, 60,000 രൂപ കിട്ടി. ദെൻ അതിന് ശേഷം ഇയാൾക്ക് 200 പെർ മന്ത് എന്ത് കിട്ടുന്നുണ്ട്, സെർവൻ്റ് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ 200 × 12 എത്ര കിട്ടും, 200 × 12 2400 കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര കിട്ടും ഇയാൾക്ക്, 62,400 കിട്ടും. ഇതാണ് ഇയാളുടെ ഇൻകം ഫ്രം സാലറി. ദെൻ ഇനി ഇയാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിനെ കുറിച്ച് പറയുന്നില്ല, ഇൻകം ഫ്രം ബിസിനസ് ഇൻകത്തിനെ കുറിച്ച് പറയുന്നില്ല, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് പറയുന്നില്ല. ഇനി ഇയാൾക്ക് കിട്ടുന്ന ഇൻകം എന്താണ്, റോയൽറ്റി ഫ്രം ബുക്സ് അല്ലേ. ഇയാൾ ബുക്ക് എഴുതുന്നുണ്ട്, അതിന് ഇയാൾക്ക് റോയൽറ്റി ഫ്രം ബുക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട് 18,000 രൂപ. അത് നമുക്കറിയാം ഇതെന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ദെൻ ഇയാൾക്ക് ലോട്ടറി ഇൻകം കിട്ടുന്നുണ്ട്, അതെന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് എന്ന്. ദെൻ അതുപോലെ തന്നെ കാർഡ് ഗെയിം, അതെന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ അണ്ടറിൽ 3 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എഴുതാം. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് കൊടുക്കുക. ദെൻ റോയൽറ്റി ഫ്രം ബുക്സ് 18,000 എന്ന് എഴുതി. ദെൻ വിന്നിങ്സ് ഫ്രം കാർഡ് ഗെയിംസ് എത്രയാണ്, 6,000 അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ലോട്ടറി ഇൻകം ആണ്. ഇവിടെ നമുക്ക് നെറ്റ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് ഗ്രോസപ്പ് ചെയ്യുക. നമുക്കറിയാം ലോട്ടറി ഇൻകത്തിൽ നിന്ന് നമുക്ക് 30% ആണ് ഇതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും തരിക. അപ്പം നമ്മൾ അതിന്റെ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് അല്ല എടുക്കേണ്ടത്, അതിനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് 28,000 രൂപയാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഗ്രോസപ്പ് ചെയ്യുക, 28,000 × 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 30% അല്ലേ. 30% ആണല്ലോ നമുക്ക് ഈ ലോട്ടറി ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ, അതായത് 100 മൈനസ് 30%, 100% മൈനസ് 30% ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 70% കിട്ടും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഗ്രോസപ്പ് ചെയ്യാം, 28,000 × 100 ഡിവൈഡഡ് ബൈ 70%. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 40,000 ആണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾക്ക് 40,000 കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഇയാളുടെ 30% ടാക്സ് കുറച്ചതിന് ശേഷം ഇയാൾക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 28,000. നമ്മൾ അതിനെ ഗ്രോസപ്പ് ചെയ്തു, 40,000 നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ്പെൻസ് ഓൺ ലോട്ടറി ടിക്കറ്റ് ഇത് നമ്മൾ എടുക്കരുത്. നമ്മൾ വിചാരിക്കും എന്ത്, ഇയാൾക്ക് 40,000 ലോട്ടറി ഇൻകം കിട്ടി, അതിന് ചിലവായിട്ടുള്ള 10,000 രൂപ കുറക്കാമല്ലോ എന്ന്, ബാക്കി 30,000 എഴുതിയാൽ പോരെ, പറ്റില്ല. നമുക്കറിയാം ലോട്ടറി ടിക്കറ്റ്സിന്റെ ലോസുകളോ അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ള എക്സ്പെൻസുകളൊന്നും നമുക്ക് ലോട്ടറി ഇൻകത്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 40,000 കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ടോട്ടൽ എത്രയാണ്, റോയൽറ്റി 18,000 ഉണ്ട്, വിന്നിങ്സ് ഫ്രം കാർഡ് ഗെയിം 6,000 ഉണ്ട്, ലോട്ടറി ഇൻകം 40,000 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 64,000 കിട്ടും. ഓക്കെ, ദെൻ ഈ 64,000 കിട്ടി. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇയാൾക്ക് ഇൻകം, ഈ 2 ഹെഡേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം സാലറി ആയിട്ട് 62,400 പ്ലസ് 64,000 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 1,26,400 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്ഷൻസ്, ഇയാൾക്ക് അലൗഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ വേറെ ഇയാൾ 80C പ്രകാരം ഇയാൾക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടോ ഡൊണേഷൻ നടത്തിയതിനെ കുറിച്ചിട്ടോ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തതിനെ കുറിച്ചിട്ടോ ഒന്നും പറയുന്നില്ല. ഇവിടെ ആകെ പറയും നമുക്ക് കുറക്കാൻ പറ്റിയ ഡിഡക്ഷൻസ് എന്ത് മാത്രമേ ഉള്ളൂ, ആൻഡ് ഇയാൾക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. എങ്ങനെയാണ്, അണ്ടർ സെക്ഷൻ 80QQB പ്രകാരം റോയൽറ്റി ഫ്രം ഒറിജിനൽ ബുക്ക് ഒറിജിനൽ ഓതർക്ക്, ഒരു ഒറിജിനൽ ഓതർക്ക് കിട്ടുന്ന റോയൽറ്റി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അണ്ടർ സെക്ഷൻ QQB പ്രകാരം അയാൾക്ക് കുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോയൽറ്റി 18,000 ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആയിട്ട് ആഡ് ചെയ്യണം.
പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അണ്ടർ സെക്ഷൻ 80QQB പ്രകാരം ഇതിനെ ഡിഡക്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യണം, സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഈ റോയൽറ്റീനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്, ഇത് അണ്ടർ സെക്ഷൻ QQB പ്രകാരം ഒറിജിനൽ ഓതർക്ക് കിട്ടുന്ന ഒറിജിനൽ ഓതർക്ക് കിട്ടുന്ന റോയൽറ്റി നമുക്ക് കുറക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1,26,400 നിന്ന് ഈ 18,000 കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എത്ര കിട്ടും, 1,08,400 കിട്ടും അല്ലെ. ഇതാണ് ടോട്ടൽ ഇൻകം. ഈ 1,08,400ന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം കാണുക. ഇപ്പോഴും നമ്മൾ ടോട്ടൽ ഇൻകം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഇതിന്റെ ടാക്സ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് പോർഷനിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്കറിയാം ഇൻകം ടാക്സിന്റെ ഇൻകം ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ടാക്സ് സ്ലാബ് സിസ്റ്റം അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ് ഈ സ്ലാബ്സ് എന്ന് പറയുന്നത്, ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിനെ പല ഭാഗങ്ങളാക്കുക അല്ലെങ്കിൽ പല സ്ലാബ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓരോ സ്ലാബിനും ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും ടാക്സ് റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരു സാധാരണ ഒരു നോർമൽ ഇൻഡിവിജ്വൽ, അയാളുടെ വയസ്സ് എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയാണ് ആണെങ്കിൽ അയാളെ ഒരു നോർമൽ ഇൻഡിവിജ്വൽ 60 വയസ്സിന് താഴെയുള്ള ഒരു നോർമൽ ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റില് 2,50,000 അയാൾ ഒന്നും ടാക്സ് കൊടുക്കണ്ട. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് 12 ലക്ഷം ഇൻകം ടോട്ടൽ ഇൻകം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. 12 ലക്ഷം ഇൻകം കിട്ടുന്നുണ്ട്. അതിലെ 2.5 ലക്ഷം, ഈ 12 ലക്ഷത്തിലെ ഫസ്റ്റിലെ 2.5 ലക്ഷത്തിന് ഇയാൾ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് 2.5 ലക്ഷം അല്ലേ, അതായത് ഫസ്റ്റത്തെ 2.5 ലക്ഷത്തിന് ഇയാൾ ടാക്സ് കൊടുക്കണ്ട. ഇനി നെക്സ്റ്റ് 2,50,000 എടുക്കുക, അതിന്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ മൊത്തം എത്ര ഇതിൽ നിന്ന് പോയി, 5 ലക്ഷം പോയി. ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല, ഒഴിവാക്കി. ഇനി ഇതിലത്തെ നെക്സ്റ്റ് 2,50,000 എടുക്കുക. അപ്പൊ എത്ര, അതിന്റെ 5%, 50% അല്ല 5% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഇപ്പൊ 5 ലക്ഷം പോയി കേട്ടോ. ഇനി അടുത്ത് ബാക്കി എത്ര ഉണ്ട്, ഇതില് 7 lakh ആണുള്ളത്. ദെൻ ഇനി നെക്സ്റ്റ് 5 lakh അല്ലെ, നെക്സ്റ്റ് 5 lakhന് എത്ര കൊടുക്കണം, 20% ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം ഇനി ബാക്കി എത്ര ഉണ്ടായിരിക്കും ഇതില്, 5 ലക്ഷം. ഇപ്പൊ 12 ലക്ഷത്തിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണ്ട, നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് 5% കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബാക്കി ഇനി ഇതിൽ എത്ര ഉണ്ട്, ബാക്കി 7 lakh ഉണ്ട്. ഇനി അതിലെ നെക്സ്റ്റ് 5 lakhന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. ആ 5 lakh പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി ഇതിൽ ഈ 12 ലക്ഷത്തിൽ എത്രയുണ്ട്, ബാക്കി ഇനി ഇതിലുള്ളത് 2 lakh ആണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് എബോവ് 10 lakh 30% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ദെൻ ഇനി ഒരു സീനിയർ സിറ്റിസന്റെ കേസ് ആണെങ്കിലോ, ഒരാളെ എങ്ങനെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്, അയാളുടെ ഏജ് 60 എബോവ് ആണെങ്കിൽ പക്ഷേ 80 വയസ്സിന് ബിലോ ആണെങ്കിൽ അയാളെ നമുക്ക് സീനിയർ സിറ്റിസൺ എന്ന് പറയാം. അപ്പോൾ ഒരു സീനിയർ സിറ്റിസന്റെ ഇൻകം ഫസ്റ്റത്തെ, ഇപ്പോൾ ഇവിടുത്തെ ഒരു സീനിയർ സിറ്റിസണ് 12 ലക്ഷം ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ ഫസ്റ്റില് 3 lakh വരെ അയാൾക്ക് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. നെക്സ്റ്റ് 2 lakhന് അയാൾ എന്ത് കൊടുക്കണം, 5% കൊടുക്കണം. അതിന് ശേഷമുള്ള നെക്സ്റ്റ് 5 lakhന് അയാൾ 20%, നെക്സ്റ്റ് 10 lakhന് എബോവ് 10 lakhന് അയാൾ 30% കൊടുക്കണം. ദെൻ ഇനി ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അതായത് അയാളുടെ ഏജ് എന്ന് പറയുന്നത് എബോവ് 80 ആണെങ്കിൽ ഫസ്റ്റ് 5 lakhന് അയാൾ ടാക്സ് കൊടുക്കണ്ട, നെക്സ്റ്റ് 5 lakhന് അയാൾ 20% ടാക്സ് കൊടുക്കണം, എബോവ് 10 lakhന് അയാൾ 30% ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ നോക്കേണ്ടത്
ഇവിടെ നമ്മൾ ഒരാളുടെ ഇൻകത്തിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ കാഷ്വൽ ഇൻകംസോ കയറി വരികയാണെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ടാക്സ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് സ്പെഷ്യൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം, ഓക്കെ, മറ്റ് ഇൻകംസ്, മറ്റ് അതർ സോഴ്സിലെ ഈ ഒരു കാറ്റഗറിയിൽ പെടാത്ത ഇൻകംസ്, അതൊക്കെ നമ്മൾ ഈ നോർമൽ ടാക്സ് സ്ലാബ് റേറ്റ് വെച്ചിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ സെപ്പറേറ്റ് അതിന് മാത്രമായിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എത്രയാണോ ഇയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 20%. ഓക്കെ, ഇനി ഇയാൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എത്രയാണോ ഇൻകം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 50%, അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അയാൾക്ക് ലോട്ടറി, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം ഇതിൽ നിന്ന് അയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% നമ്മൾ ടാക്സ് സ്പെഷ്യലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഈ ഒരു ഇൻകം നമ്മുടെ നോർമൽ ടാക്സ് സ്ലാബ് ഇൻകത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് റിബേറ്റ് ആണ്. അണ്ടർ സെക്ഷൻ 87A എന്താണ് റിബേറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരാളുടെ ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ഒരു റെസിഡൻ്റൽ ഒരു ലോവർ ഇൻകം ഉള്ള ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന് എന്ത് കിട്ടും? ടാക്സ് റിലീഫ് കിട്ടും. അതായത് ഇപ്പോൾ ഒരാളുടെ ഇൻകം 5 ലക്ഷത്തിനേക്കാളും കുറവാണെങ്കിൽ, അയാളുടെ ടോട്ടൽ ഇൻകം 5 ലാഖിനേക്കാളും കുറവാണെങ്കിൽ അയാൾക്കൊരു റിബേറ്റിന് അയാൾക്ക് അലൗഡ് ആണ്. എത്രയാണ് അയാൾക്ക് റിബേറ്റ് കിട്ടുക? അണ്ടർ സെക്ഷൻ 87A പ്രകാരം ഒരാളുടെ ഇൻകം 5 ലാഖിനേക്കാളും കുറവാണെങ്കിൽ 12,500 രൂപ അയാൾക്ക് റിബേറ്റ് ആയിട്ട് ടാക്സ് റിലീഫായിട്ട് അയാൾക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ റിബേറ്റ് നമുക്ക് എപ്പോഴാണ് കുറക്കാൻ പറ്റുക? നമ്മളിവിടെ എഡ്യൂക്കേഷണൽ സെസ് അല്ലെങ്കിൽ സെസ് എന്താന്ന് പറയാം, സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് റിബേറ്റ് നമ്മൾ കുറക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നെക്സ്റ്റ് പോയിന്റ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾക്ക് ഒരു നോർമൽ ഇൻകത്തിനേക്കാളും കൂടുതൽ ഇൻകം അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു ടാക്സും കൂടെ ആഡ് ചെയ്യും. അതാണ് അഡീഷണൽ ടാക്സ് അഥവാ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് 50 ലാഖ്, അതായത് 50 ലാഖിനേക്കാളും ഇൻകം ഉണ്ടെങ്കിൽ അത് അയാളുടെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എത്രയാണോ ഇപ്പോൾ ടാക്സ് കൊടുപ്പോൾ 50 ലക്ഷം അയാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ, ഒരു 60 ലക്ഷം അയാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അയാളുടെ ടാക്സ് നമ്മളിപ്പോൾ ഒരു 3 ലാഖ് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ എക്സാമ്പിളായിട്ട്. ഈ 3 ലാഖിൻ്റെ 10% നമ്മൾ അഡീഷണൽ ഇൻകം ആയിട്ട്, അഡീഷണൽ സർചാർജ് ആയിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ഇപ്പോൾ 30,000 എക്സാമ്പിൾ ആണ്. അപ്പോൾ മൊത്തം എത്ര വരും ഇയാൾക്ക് ഇൻകം? 3,30,000 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻകം 50 ലാഖിനും 1 crore ഇടയിലാണ് എന്നുണ്ടെങ്കിൽ 10% സർചാർജ് അഡീഷണൽ ടാക്സ് ഈടാക്കുന്നു. ഇനി ഒരാളുടെ ഇൻകം 1 crore മുകളിലാണെങ്കിൽ 15% സർചാർജ് ആഡ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അല്ലേ? അതായത് നമുക്ക് ടാക്സും പ്ലസ് സർചാർജ് അല്ലേ, ഇത് നമ്മൾ കാണുന്നു. ഇതിൻ്റെ 4% കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ട് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത്, അതായത് ടാക്സ് അടയ്ക്കേണ്ട ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 20,000 ആണെന്ന് വിചാരിച്ചു. ടാക്സ് ആണ്, ഇൻകം അല്ല ടാക്സ്. അപ്പോൾ അവിടെ അയാൾക്ക് സർചാർജ് ഉണ്ടോ? ഇല്ല അല്ലേ? സർചാർജ് ഉണ്ടോ എന്ന് വിചാരിക്കും, ഇല്ലെങ്കിൽ സർചാർജ് ഇല്ലെങ്കിൽ 0 എന്ന് വിചാരിക്കുക. ദെൻ അയാൾക്ക് സെസ് എന്തായാലും ഉണ്ടായിരിക്കും. സെസ് എന്ന് പറയുന്നത് എത്രയാണോ ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടത് അതിൻ്റെ 4% കാൽക്കുലേറ്റ് ചെയ്യുക. അതും കൂടെ ഈ ടാക്സിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തം ടാക്സ് പ്ലസ് എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് സെസ് 4%. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആവും. ഇനി നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് TDS. TDS എന്താണ്?
ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ചില കേസുകളിൽ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുറക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടത് ഒരു 20,000 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷെ അതിൽ TDS ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ചില ഇൻകം നമ്മൾ ഓൾറെഡി അതിൻ്റെ മുകളിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 5,000 നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ബാലൻസ് ആയിട്ട് നിങ്ങൾ 20,000-ൽ നിന്ന് ഈ 5,000 ഡിഡക്ട് ചെയ്ത് ബാക്കി വരുന്ന 15,000 രൂപ ടാക്സ് അടച്ചാൽ മതി. അതാണ് എന്ത് TDS എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ആണ് അഡ്വാൻസ് ടാക്സ് അഥവാ സെൽഫ് അസസ്മെന്റ് ടാക്സ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു ടാക്സ് പെയർ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അതാണ് അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് കുറക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു പോയിന്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം, റിലീഫ് ഫോർ ഡബിൾ ടാക്സേഷൻ. ഇപ്പോൾ ഒരു ഇൻകത്തിന് സെയിം ഇൻകത്തിന് 2 കൺട്രി അല്ലെങ്കിൽ 2 രാജ്യങ്ങളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കബിൾ റൂൾ പ്രകാരം ഡബിൾ ടാക്സേഷൻ റിലീഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ടാക്സ് ലയബിലിറ്റി എത്രയാണ് ഇയാൾ അടയ്ക്കേണ്ട ടാക്സ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിൽ സ്പെഷ്യൽ റേറ്റ് ഇൻകം ടാക്സ് എന്ന് അറിയണം, ജനറൽ സ്ലാബ് ടാക്സ് റേറ്റിനെ കുറിച്ചിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഒരാളുടെ ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റ് ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ റേറ്റ് ഇൻകം, അതായത് ആദ്യം നമ്മൾ സ്പെഷ്യൽ ഇൻകം ടാക്സ് റേറ്റ് ഉള്ള ഇൻകംസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമുക്കറിയാം ചില ഇൻകംസ് നോർമൽ സ്ലാബ് റേറ്റിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്പെഷ്യൽ റേറ്റിലാണ്. അങ്ങനെയുള്ള ഇൻകംസ് ഏതൊക്കെയാണ്, കാഷ്വൽ ഇൻകം, അതായത് നമ്മുടെ ലോട്ടറി ഇൻകം, നമ്മുടെ കാർഡ് ഗെയിം ഇൻകം അല്ലേ. അങ്ങനെയുള്ള കാഷ്വൽ ഇൻകം നമ്മൾ 30% സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും നമ്മുടെ നോർമൽ സ്ലാബ് റേറ്റ് ഇൻകത്തിലേക്ക് അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സ്പെഷ്യൽ റേറ്റിലാണ് 20%. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15%. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്പെഷ്യൽ ടാക്സ് റേറ്റിലുള്ള ഇൻകംസ് ഒക്കെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻകം അല്ല ടാക്സ്, ഇൻകത്തിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ജനറൽ റേറ്റിൽ അതായത് സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഇൻകം ഒക്കെയാണോ ജനറൽ ടാക്സ് സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ ഇൻകത്തിൻ്റെ ജനറൽ സ്ലാബ് റേറ്റ് പ്രകാരമുള്ള ടാക്സ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിലിപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അതർ സോഴ്സസ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ഇൻകം. ഇപ്പോൾ സ്പെഷ്യൽ റേറ്റ് ഇൻകം, ഇത് നോർമൽ ഇൻകം ഏതൊക്കെയാണ്, ടാക്സ്, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് അല്ലേ. ദെൻ അതിന് ശേഷം അപ്പം അങ്ങനെ ഇയാൾ മൊത്തം അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടു, അതായത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടു. ഇനി ഇതിൽ നിന്ന് അയാൾ എന്ത് ചെയ്യണം, ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. നമുക്കറിയാം ഒരാളുടെ ടാക്സ് അല്ലേ, അതായത് 87A റിബേറ്റ് എപ്പോഴാണ് എലിജിബിൾ ആവുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ടാക്സ് അതായത് നോർമൽ ഇയാൾ അടയ്ക്കേണ്ട ടാക്സ് ഇപ്പോൾ ഒരു 10,000 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 10,000 ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിബേറ്റ് കിട്ടും. എത്ര കിട്ടും, 12,500 റിബേറ്റ് കിട്ടും. അപ്പോൾ അയാൾ ഒരു ടാക്സും അയാൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഒരാൾ അടയ്ക്കേണ്ട ടാക്സ് 5 lakhനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് കിട്ടും. ദെൻ അതിന് ശേഷം അത് ഉണ്ടെങ്കിൽ അത് കുറക്കാം, എലിജിബിളി ആണെങ്കിൽ അതിൽ നിന്ന് കുറക്കാം. ദെൻ അതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം, സർചാർജ് അല്ലേ, സർചാർജ് ആഡ് ചെയ്യുക. സർചാർജ് എപ്പോഴാണ് ആഡ് ചെയ്യുക, അതായത് ടാക്സ് ഓൺ ടാക്സ് ആണ്. ഒരാളുടെ ഇൻകം 50 lakhൻ്റെയും 1 crore ഇടയിലുമാണ് എന്നുണ്ടെങ്കിൽ അയാൾ അടയ്ക്കേണ്ട ടാക്സിൻ്റെ മുകളിൽ ഒരു 10% അഡീഷണൽ ആയിട്ട് വീണ്ടും അടയ്ക്കണം. ഇനി ഒരാളുടെ ഇൻകം 1 crore മുകളിലാണെങ്കിൽ അയാൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ 15% അഡീഷണൽ ആയിട്ട് ഇയാൾ അടക്കണം.
ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇയാൾ അടയ്ക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ലക്ഷത്തിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക, 1 lakh അല്ലേ. അപ്പം അങ്ങനെ മൊത്തം 11 ലക്ഷം ഇയാൾ അടയ്ക്കേണ്ടി വരും. അതിന് ശേഷം അപ്പോൾ ഈ സർചാർജും ആഡ് ചെയ്തതിന് ശേഷമുള്ള ടാക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ടാക്സ് പ്ലസ് സർചാർജ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ 4% സെസ് ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ടാക്സ് റിബേറ്റ് ആയിട്ട്, സോറി റിബേറ്റ് അല്ല, TDS ആയിട്ട് നമ്മൾ അല്ലേ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി റിബേറ്റ് നമ്മൾ അണ്ടർ സെക്ഷൻ 80C പ്രകാരം അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനോ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ചില സിറ്റുവേഷൻസിൽ നിന്ന് അയാൾക്ക് അണ്ടർ സെക്ഷൻ 86 പ്രകാരം റിബേറ്റ് കിട്ടും. അതുണ്ടെങ്കിൽ അത് കുറക്കാം. അത് നോർമൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറില്ല. അപ്പോൾ ഇതുവരെ സർചാർജ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യുന്നു, എഡ്യൂക്കേഷണൽ സെസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി നമ്മുടെ ടാക്സിൽ നിന്ന് ഓൾറെഡി നമ്മുടെ ചില ഇൻകത്തിൽ നിന്ന് TDS പിടിച്ചിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ അത് കുറക്കും. അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറക്കും. അതേപോലെ തന്നെ റിലീഫ്, ഡബിൾ ടാക്സേഷന് വേണ്ടി 2 രാജ്യങ്ങളിൽ ഒരു ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിലീഫ് കിട്ടും. അതുണ്ടെങ്കിൽ അതും കുറക്കും. ബാക്കി എത്രയാണോ നമ്മൾ അടക്കേണ്ടത് അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ ഒരു വ്യക്തിയുടെ ഇൻകംസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അയാൾക്ക് ബിസിനസ് ഇൻകം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ബിസിനസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അയാൾ അതിന് 40,000 രൂപ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 6,000 രൂപ NSCക്ക് ഡെപ്പോസിറ്റും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചതിന് ശേഷമുള്ള ഇൻകമാണ് അയാൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് എത്രയാണ്? 1,62,000. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഡൊണേഷൻ ഒക്കെ നമുക്ക് കുറക്കാം. പക്ഷെ അത് എപ്പോഴാണ് കുറക്കുക? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് കുറക്കേണ്ടത്. ഇപ്പം അത് കുറക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് ചെയ്യണം, ഈ ബിസിനസ് ഇൻകം 1,62,000 ഈ കുറച്ച 40,000 അതുപോലെ തന്നെ ഈ കുറച്ച 6,000 കൂടെ ആഡ് ചെയ്യണം. അപ്പം മൊത്തം ഇയാൾക്ക് എത്ര ആക്ച്വലി കിട്ടിയിട്ടുള്ള ബിസിനസ് പ്രോഫിറ്റ് എത്രയാണ്? 2,08,000 രൂപ. അപ്പൊ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് 2,08,000 ആണ് ആക്ച്വലി കിട്ടിയിട്ടുള്ളത്. അത് അവിടെ എഴുതി. അതിന് ശേഷം ഇയാൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്? 24% അല്ലേ? അത് എത്ര രൂപയാണ്? 1,20,000. നമ്മളൊരാള് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 12% വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് മാക്സിമം ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നത് എത്രയാണ്? 12% മാത്രമാണ്. പക്ഷെ ഇവിടെ ഇയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 24% ആണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ബാക്കിയുള്ള 12% ടാക്സബിൾ ആണ്. മുഴുവൻ ടാക്സബിൾ അല്ല, 12% മാത്രം ടാക്സബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ 1,20,000 പകുതി അല്ലെ, 12% എന്ന് പറയുമ്പോൾ 12% വരെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. ബാക്കി 12% എത്രയാണ്? ടാക്സബിൾ ആണ്. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 1,20,000 പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60,000. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12%, 60,000 നമ്മൾ അവിടെ ആഡ് ചെയ്തു. ദെൻ അതിന് ശേഷം ഇയാൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഇയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് സാലറി ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം 1,50,000. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഈ ഒരു ഫേമിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാലറി എന്താണ്? ടാക്സബിൾ ആണ്. അപ്പൊ അതായത് 1,50,000 ഇയാൾക്ക് ടാക്സബിൾ ആണ്. അത് അയാൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1,50,000 രൂപ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം പറയുന്നത് എന്താണ്? 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം.
നമുക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഷെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരം അത് എക്സംപ്റ്റഡ് ആണ്, അത് ടാക്സബിൾ അല്ല, എഴുതണ്ട. ടോട്ടൽ ഇൻകത്തിലെ കൂടെ അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളത് എഴുതുന്നില്ല. നമ്മളിവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാണ്, അപ്പം നമ്മളത് അവിടെ എഴുതുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അതുവരെ ഓക്കെ. ദെൻ അതിന് ശേഷം എന്താ ചെയ്യുന്നത് നോക്കി നോക്കൂ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലേ. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ താഴെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ടാക്സബിൾ ആണ്, അത് നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത നോക്കേണ്ടത് എന്താണ്? ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഇയാൾക്ക് 2000 രൂപ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ എന്ത് എഴുതി? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, അത് നമ്മൾ ഇവിടെ എഴുതി. അങ്ങനെ മൊത്തം ഇയാൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് 32,000 ആണ് ഇൻകം കിട്ടുന്നത്. ദെൻ ഇനി ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും ഇൻകം ഇയാൾക്ക് കിട്ടുന്നുള്ളൂ അല്ലേ. ദെൻ ഇനി ഇയാളുടെ ഓക്കെ. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, HUF-ൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇയാൾക്ക് മൊത്തം കിട്ടുന്ന ഇൻകം എത്രയാണ്? ഒരു 4,18,000 ഉണ്ട്. അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ഒരു 32,000 ഉണ്ട്. മൊത്തം ഇയാൾക്ക് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 4,50,000 ആണ്. ഇനി നമുക്കറിയാം ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ ഏതെങ്കിലും ഡിഡക്ഷൻ ഇയാൾക്ക് ഇയാൾക്ക് എലിജിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ആദ്യം നമ്മൾ 80C പ്രകാരം ഇയാൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ നമ്മളിവിടെ പറയുന്നുണ്ട് ഇയാള് എന്ത് ചെയ്തിട്ടുണ്ട്? NSCയിലേക്ക് ഒരു 6,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബിസിനസ് ഇൻകം കാണുമ്പോൾ അതിൽ നിന്നല്ല കുറയ്ക്കേണ്ടത്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് അത് കുറയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് NSCയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു 6,000 രൂപ അണ്ടർ സെക്ഷൻ 80C പ്രകാരം ഇയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ. ഇനി വേറെ 80C പ്രകാരം ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യന്റെ താഴെ പറയുന്നുണ്ട് ഇയാള് ഒരു 49,000 PPF അല്ലെ, PPF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ രണ്ട് എമൗണ്ടും ആണ് അണ്ടർ സെക്ഷൻ 80C പ്രകാരം ഇയാൾക്ക് കുറക്കാവുന്ന എമൗണ്ട് അല്ലെ. 6,000 പ്ലസ് 49,000 എത്ര കിട്ടും? 55,000 ഇയാൾക്ക് എലിജിബിൾ ഡിഡക്ഷൻ കിട്ടും. ഇനി വേറെ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, ഉണ്ട് അല്ലെ. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 40,000 രൂപ ഒരു കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ 40,000 രൂപ മൊത്തം ഇയാൾക്ക് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. ഇത് അല്ലെങ്കിൽ ഏത് ഡൊണേഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ഡൊണേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊണേഷൻ 4 കാറ്റഗറി ആയി തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അതായത് 100% വിത്തൗട്ട് ലിമിറ്റിൽ നമുക്ക് എന്താണ് ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 50% വിത്തൗട്ട് ലിമിറ്റിൽ ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 100% വിത്ത് ലിമിറ്റിൽ ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻ ഉണ്ട്. 50% വിത്ത് ലിമിറ്റിൽ ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ഡൊണേഷൻ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഇത് 50% വിത്ത് ലിമിറ്റിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഈ 40,000 മുഴുവനായിട്ടും നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. അതിന്റെ വിത്ത് ലിമിറ്റ് 50% കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് നമ്മൾ ആദ്യം അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഡിഡക്ഷന്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കുക. ഇവിടെ എത്രയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? 4,50,000 ആണ്. ഇതിൽ നിന്ന് ഇയാള് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതൊക്കെ മൈനസ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ല അല്ലെ. ഇതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 80G അല്ലാത്ത 80Cയോ 80Dയോ 80U അങ്ങനെ ഏതെങ്കിലും ഡിഡക്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇയാൾക്ക് 80C പ്രകാരമുള്ള ഡിഡക്ഷൻ നമ്മൾ കുറച്ചിട്ടുണ്ട് അല്ലെ, 55,000. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 4,50,000 നിന്ന് ഈ 55,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അത് എത്രയാണ് കിട്ടുന്നത്? 3,95,000. ഇനി നമ്മൾ അതിന്റെ 10% ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
ഈ 3,95,000 10% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 39,500 കിട്ടും. ഇതാണ് നമ്മുടെ വിത്ത് ലിമിറ്റ് അല്ലേ. ഇനി നമ്മളിത് 100% വിത്ത് ലിമിറ്റ് ആണോ 50% വിത്ത് ലിമിറ്റ് ആണോ എന്ന് നോക്കണം. ഇത് 50% വിത്ത് ലിമിറ്റ് കാറ്റഗറിയിൽ വരുന്ന ഡൊണേഷൻ ആണ്. അപ്പൊ ഇതിന്റെ 50% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 39,500ന്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 19,750 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് 40,000 രൂപ ഇയാൾ ഡൊണേഷൻ കൊടുത്തെങ്കിലും അത് മൊത്തം ഇയാൾക്ക് കുറക്കാൻ കഴിയില്ല. അതിൽ 19,750 രൂപ മാത്രമേ ഇയാൾക്ക് കുറക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡൊണേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ അല്ലെ, അണ്ടർ സെക്ഷൻ 80C പ്രകാരം 55,000ഉം അണ്ടർ സെക്ഷൻ 80G പ്രകാരമുള്ള 90,750 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻകം. എത്രയാണ് കിട്ടുന്നത്? 3,75,250 ആണ് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3,77,250 ഇയാൾ എത്ര രൂപ ടാക്സ് കൊടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതില് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. അതായത് 3,75,250 ആണ് അയാളുടെ ടോട്ടൽ ഇൻകം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3,77,250 രൂപക്ക് അയാൾ എത്ര ടാക്സ് കൊടുക്കണം? അപ്പൊ അവിടെ നമുക്കറിയാം സ്പെഷ്യൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻകം ഒന്നും ഇയാൾക്കില്ല അല്ലെ. ഏതൊക്കെയാണ് സ്പെഷ്യൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻകം? കാഷ്വൽ ഇൻകംസ്, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ 3 കാറ്റഗറി ഇൻകവും ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ഇയാളുടെ ടാക്സ് സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ്? ഇയാൾ ഒരു നോർമൽ ഇൻഡിവിജ്വൽ ആണ്. അതായത് സാധാ ഒരു നോർമൽ പേഴ്സൺ ആണ്. സീനിയർ സിറ്റിസൺ ആണെന്നോ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെന്നോ അതൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. നമുക്കറിയാം ഇവിടെ ഇയാൾക്ക് ഫസ്റ്റ് നോർമൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫസ്റ്റ് 2,50,000 ഇയാൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട അല്ലെ. മൊത്തം ഇയാളുടെ ഇൻകം 3,75,250 ആണ്. അതിൽ 2.5 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി എത്ര ഉണ്ടായിരിക്കും? 1,25,250 രൂപ ഉണ്ട്. ഇതിന് അയാൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 5%. ഓക്കെ, അത് എത്രയാണ്? 6,266 രൂപ. ഇതാണ് അയാൾ കൊടുക്കേണ്ട ടാക്സ്. ഇനി നമ്മൾ ഇയാൾക്ക് അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റിന് ഇയാൾ എലിജിബിൾ ആണോ എന്ന് നോക്കണം. അതെങ്ങനെയാ നോക്കുക? ഇയാളുടെ ടോട്ടൽ ഇൻകം 5 lakhനേക്കാളും താഴെയാണെങ്കിൽ ഇയാൾക്ക് 12,500 രൂപ ഇയാൾക്ക് റിബേറ്റ് ആയിട്ട് കുറക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇയാളുടെ ടോട്ടൽ ഇൻകം 5 lakhനേക്കാളും കുറവാണ്. എത്രയേ ഉള്ളൂ? 3,75,250 ഉള്ളൂ. അപ്പൊ ഇയാൾ എന്തിന് അർഹനാണ്? റിബേറ്റിന് അർഹനാണ് അല്ലെ. അതായത് എന്താണ് ഇവിടെ ആകെ ഇയാൾ അടക്കേണ്ട ടാക്സ് 6,262 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 6,262 മൊത്തം ഇയാൾക്ക് റിബേറ്റ് കിട്ടി. അപ്പൊ മൊത്തം ഇയാൾ അടക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ തന്നെ ഈ 0ന്റെ കൂടെ ഇനി 4% ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പോൾ ഇയാൾ അടക്കേണ്ട ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എത്രയാണ്? നില്ലാണ്. ഒന്നും ഇയാൾ അടക്കേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെയാണ് ഒരു വ്യക്തി ടാക്സ് എത്ര രൂപ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകത്തിന് എത്ര രൂപയാണ് ടാക്സ് അടക്കേണ്ടത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.